ഹലോ, അപ്പോൾ നമുക്കിന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് ബനാന കേക്കാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലാണ് നമ്മളെല്ലാം അടിച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 2 സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം, തിളപ്പിച്ചാറിയ പാല്. അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തതിലേക്ക് ഒരു 2 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുമ്പോൾ പാല് വേണമെങ്കിൽ നമ്മൾ ഒരൽപ്പം പാലും കൂടി ചേർത്ത് ഈ ഒരു പാകത്തിനാക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഒരു കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിലെടുക്കാം, അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറോ എണ്ണയോ തടവി കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഒന്ന് മൊത്തത്തിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ അണ്ടിപ്പരിപ്പും ബദാമും നമുക്ക് കുറച്ച് മൈദപ്പൊടിയിലൊന്ന് പൊതിഞ്ഞതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇനി ഇതുപോലെ വലിയ ഉരുളിയോ അല്ലെങ്കിൽ വലിയ ചെമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വലിയൊരു പാത്രം വെച്ച് അതിൻ്റെ മേലെ ചെറിയൊരു പാത്രവും കൂടി വെച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സും കൂടി വെച്ച് മൂടി വെച്ച് ഏകദേശം 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് മിക്സിയിൽ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇത് ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല. പെട്ടെന്ന് നമുക്കൊരു ചായക്ക് കടിയൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറെടുക്കാൻ പറ്റിയ റെസിപ്പിയാണത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മളിതിന് മുട്ടയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബൈ.